അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതത്തോടുകൂടെ ഹിറാ ഗുഹയിൽ ആരാരുമില്ലാതെ രാത്രി ഇങ്ങനെ പാർക്കുകയാണ്. രാവിലകളിൽ ഒറ്റപ്പെട്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് മാസങ്ങളായി ഹിറാ ഗുഹയുടെ മുകളിലേക്ക് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവും വെള്ളവുമായി ദൈനംദിനം പോവാറുണ്ട്. നിബിധങ്ങൾ തൻ്റെ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശം കാത്ത ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അള്ളാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ലാഹുവിൻ്റെ ഹബീബ് ആരാരുമില്ലാതെ ഏകാന്തനായി ഒറ്റയ്ക്കിരുന്ന് ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നബിയോട് പറയുന്നത്, ഇഖ്റ, നബിയെ നിങ്ങൾ ഓതണം, നിങ്ങൾ ഓതണം. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മാ അന ബിഖാരീൻ, എനിക്ക് ഓതാൻ അറിയൂല, എനിക്ക് വായിക്കാൻ അറിയൂല. സ്കൂളിലോ കലാലയങ്ങളിലോ ക്യാമ്പസുകളിലോ മദ്രസകളിലോ പാഠശാലകളിലോ പോയി പഠിച്ചവനല്ല ഞാൻ, എനിക്ക് ഓതാനോ വായിക്കാനോ അറിയില്ല. മാ അന ബിഖാരീൻ, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബിനെ വേദനിപ്പിക്കുന്നത്, ഹബീബിന് പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് ഓതി കൊടുക്കുന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഓത് നബിയെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന്റെ പേരിൽ ഓത് നബിയെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഓതാൻ കൽപ്പിക്കുകയാണ്. നബി തങ്ങൾ പേടിച്ച് വിറച്ചുപോയി. നബി തങ്ങൾ പേടിച്ച് വിറച്ചുപോയി. പേടിച്ചുകൊണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. യാ ഖദീജ സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടുമോ, എനിക്ക് വയ്യ, പേടിച്ചു പോയിരിക്കുകയാണ്, എനിക്ക് വയ്യ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടുമോ, എന്നെ ഒന്ന് കെയർ ചെയ്യുമോ, ഒന്ന് ശ്രദ്ധിക്കുമോ എന്ന് പറഞ്ഞിട്ട് മഹദിയായ ഖദീജയുടെ സമീപത്തേക്ക് പേടിച്ചു വരേണ്ട നബി തങ്ങൾ ഓടി വരികയാണ്. ഖദീജ ബീവി അപ്പോഴാണ് തൻ്റെ പ്രാണനായ തൻ്റെ ഭർത്താവിനോട് പറയുന്നത്, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല, അള്ളാഹു നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല, അള്ളാഹു നിങ്ങളെ വേദനിപ്പിക്കൂല, അള്ളാഹു നിങ്ങളെ വിഷമിപ്പിക്കൂല, നിങ്ങൾക്കൊരു പ്രയാസം അള്ളാഹു നൽകൂല. കാരണം ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്കൊരു അപകടവും അള്ളാഹു നൽകൂല. കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു അപകടങ്ങൾ നൽകൂല എന്ന് വളരെ വ്യക്തമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, തൻ്റെ കുടുംബക്കാരോട്, തൻ്റെ സഹോദരങ്ങളോട്, തൻ്റെ മൂത്താപ്പമാർ, അളാപ്പമാർ, ഉമ്മാമ്മമാർ, പെങ്ങന്മാർ, ആങ്ങളമാർ, ഇവരോട് നല്ല ബന്ധം വെക്കുന്ന ആളുകളാണെങ്കിൽ, പിണക്കമില്ലാതെ സന്തോഷത്തോടെ നല്ല ഐക്യത്തോടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അപകടങ്ങൾ വരൂല, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, അവർക്ക് ആഫത്തുകൾ ഉണ്ടാവൂല, മുസീബത്തുണ്ടാവൂല എന്ന് മഹാമഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ കുടുംബ ബന്ധം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴാണ് ഈ കുടുംബ ബന്ധം തുടങ്ങുന്നത്? ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങളെ വിളിക്കുകയാണ്. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമോ, മഹർ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഫല്യതസവ്വജ്, ഉടനെ നിങ്ങൾ കല്യാണം കഴിക്കണം. പിന്നെ താമസിക്കരുത്, അമാന്തിച്ച് നിൽക്കരുത്, പിന്നെയാവാം എന്ന് പറഞ്ഞ് നിങ്ങൾ വൈകിപ്പിക്കരുത്. നിങ്ങളുടെ പഠനം കഴിഞ്ഞു ഒരു 22-24 വയസ്സാകുമ്പോഴേക്കും പഠനം കഴിഞ്ഞു ജോലി കിട്ടിയാൽ വേഗം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. കാരണം നിങ്ങളുടെ കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ, ഹറാമ് കാണാതിരിക്കാൻ, ഏതെങ്കിലും വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളെ അനാവശ്യമായി നോക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉടനെ കല്യാണം കഴിക്കണം. വൈകിപ്പിക്കരുത്, പിന്തിപ്പിക്കരുത്.
യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ. മോണിറ്റർ പോയിട്ടുണ്ട്, മോണിറ്റർ ഒന്ന് ഉഷാറാക്ക്. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാനും മഹർ കൊടുക്കാനും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായപൂർത്തിയെത്തി, നിങ്ങളുടെ പഠനം കഴിഞ്ഞു, പിന്നെ നിങ്ങളൊരു ജോലിക്ക് കയറി. അത് 1 ലക്ഷമോ 50,000 സാലറി ലഭിക്കുന്ന ജോലി വേണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് മാന്യമായ ഒരു 10,000 രൂപ ലഭിക്കുന്ന സാലറി ആണെങ്കിൽ വരെ വേഗം നിങ്ങൾ കല്യാണം കഴിക്കണം. ഫഇന്നഹു വഗല്ലു ലിൽ ബസർ, നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ ഇത് നിങ്ങൾക്ക് നല്ലതാണ്. കണ്ണാണ് മനുഷ്യന്മാരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ഫനളറതുൻ വബ്തിസാമതുൻ ഫസലാമു ഫലിഖാഉൻ വമൗഇദുൻ എന്ന് ഷൗഖി പറഞ്ഞതുപോലെ, ഒരു കവി പാടിയതുപോലെ, ആദ്യമായി കാണലാണ്. ഫനളറതുൻ, ആദ്യമായ ഒരു നോട്ടം. ഒരുപാട് കാലം നോക്കുമ്പോഴേക്കും പുഞ്ചിരിക്കാൻ തുടങ്ങി. ദൈനംദിനം നോക്കുമ്പോൾ കണ്ട് പരിചയപ്പെട്ടു, കണ്ണും നോക്കി, അവസാനം പുഞ്ചിരിക്കാൻ തുടങ്ങി. ഫബ്തിസാമ, പുഞ്ചിരിക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ സലാമുൻ, ഹായ് എന്നും ഹലോ എന്നും സലാമും പറഞ്ഞിട്ട് കമന്റ് അടിക്കുന്നത്. സലാം പറയാൻ തുടങ്ങിയാൽ ഫലിഖാഉ, പിന്നെ എവിടെയാണ് കണ്ടുമുട്ടേണ്ടത് എന്ന തീരുമാനം രണ്ടുപേരും കൂടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടിയാൽ ഫമൗഇദുൻ, പിന്നെ ഒരു വാഗ്ദാനവും ഒരു കരാറും. എവിടെ വെച്ച് കണ്ടുമുട്ടണം, എവിടേക്കാണ് വരേണ്ടത്, എവിടെ നിന്നാണ് കാണേണ്ടത്, എവിടെ വെച്ചാണ് നമ്മൾ കറങ്ങേണ്ടത് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും അവിഹിതങ്ങളുടെ കരാറുകളും ഉണ്ടാകുന്നത് ആ കണ്ടുമുട്ടലിൽ നിന്നാണ്. കണ്ടുമുട്ടലിലേക്ക് എത്തിയത് സലാമാണെങ്കിൽ, അഭിവാദ്യമാണെങ്കിൽ, അഭിവാദ്യം അർപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് രണ്ടുപേരുടെയും നോട്ടമാണ്. ആ നോട്ടം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ അവിഹിത ബന്ധത്തിലേക്ക് എത്തുമായിരുന്നില്ല. ഈ കണ്ണ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല. ക്ലാരിറ്റി കുറവ്, ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ, ഹറാമിലേക്ക് പോവാതിരിക്കാൻ, വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ, ലാ തഖ്റബുസ് സിന, നിങ്ങളെ വ്യഭിചരിക്കരുത് എന്നല്ലോ പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ നോട്ടം വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുകയാണ്. നോട്ടം തന്നെ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ആ നോട്ടം ഒഴിവാക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തന്നത് പ്രായപൂർത്തിയെത്തിയാൽ, നിങ്ങളുടെ പഠനം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം. വഅഹ്സനുലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതിരിക്കാനും അത് ഏറ്റവും നല്ലതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. അതോ ചെറുപ്പക്കാർ പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ അവരോട് അഭിസംബോധന ചെയ്യേണ്ടത്. പ്രായപൂർത്തിയെത്തിയ പിന്നെ ഉമ്മയോട് ഉപ്പയോടല്ല പറയേണ്ടത്. ഒരാൾക്ക് 15-16 വയസ്സായി പ്രായപൂർത്തിയെത്തിയ പിന്നെ ഇസ്ലാം അഭിസംബോധന ചെയ്യുക അയാളോടാണ്, അയാളുടെ ഉപ്പയോട് ഉമ്മയോടല്ല. പക്ഷെ അയാൾക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു അഭിവാദ്യമുണ്ട്, ഒരു അഭിസംബോധന ഉണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. മൻ വുലിദ ലഹു മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കണം, നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടിയുണ്ടായാൽ, കല്യാണം കഴിഞ്ഞു മക്കളുണ്ടായാൽ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കുക. മോഡേൺ പേരുകളല്ല, മോഡേൺ നാമങ്ങളല്ല, നല്ല പേരിട്ട് കൊടുക്കുക. എങ്ങനെയാണ് നല്ല പേര് തീരുമാനിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച, ചരിത്രങ്ങളിൽ നിന്ന് പഠിച്ച മഹാന്മാരായ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ടാകും. അവരുടെ പേര് നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുക. പേരിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. നല്ല പേരിട്ടവന് അവൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത്. മോശപ്പെട്ട പേര് നൽകിയാൽ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത്. അതുകൊണ്ട് ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കണം. വഅദബ, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് സംസ്കാരം? അദ്ദിബു ഔലാദകും അലാ സലാസത്തി ഖിസാൽ, 3 കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സംസ്കാരം 3 എണ്ണമാണ്.
3 സംസ്കാരം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഏതാണ് ആ 3 സംസ്കാരം എന്നറിയോ? ഒന്ന്, ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഉമ്മമാര് പറയണം, മദ്രസയിൽ നിന്ന് പറഞ്ഞാൽ പോരാ, മദ്രസയിൽ നിന്ന് കേട്ടാലോ പഠിച്ചാലോ പോരാ. മാതാപിതാക്കളെ, ഉമ്മമാരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ. ഒന്നാമത്തെ സംസ്കാരം, ഒന്നാമത്തെ അദബാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 2, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. സയ്യിദന്മാരെ, അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത് പറഞ്ഞത് എന്താണ്? മൂന്നാമത് പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന്, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസ്, മൻഫുലിദ ലഹു മൗലൂദൻ, ഒരു കുട്ടിയുണ്ടായാൽ, ഇത് ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഉമ്മമാരെ, നിങ്ങൾക്കൊരു മക്കളുണ്ടായാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല പേരിട്ട് കൊടുക്കണം, നല്ല അച്ചടക്കമുള്ള പേര്. പിന്നെയോ അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. എന്താണ് സംസ്കാരം? 1, നബിയെ സ്നേഹിക്കാൻ. 2, നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ. 3, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ. ഇത് കഴിഞ്ഞാലോ ഏതുവരെയാണ് സംസ്കാരം പഠിപ്പിക്കേണ്ടത്? പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണം. പ്രായപൂർത്തി എത്തുന്നത് വരെ, ആണുങ്ങളാണെങ്കിൽ ഒരു 16 വയസ്സ് വരെ, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു 13 വയസ്സ് വരെ, പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഉമ്മമാരുടെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി പ്രായപൂർത്തിയെത്തിയാൽ ഉമ്മമാരുടെ ബാധ്യത കഴിഞ്ഞിട്ടില്ല, ഉമ്മമാരുടെ ദൗത്യം അസ്തമിച്ചിട്ടില്ല. ഉമ്മമാരോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, പ്രായപൂർത്തിയെത്തിയാൽ, ഒരു പെണ്ണിന് 15 വയസ്സ് കഴിഞ്ഞാൽ, ഒരു ആണിന് 18 വയസ്സ് കഴിഞ്ഞാൽ, അഥവാ പഠനം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പഠനം പൂർത്തിയായാൽ പിന്നെ കല്യാണത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. പ്രായപൂർത്തിയെത്തി, കല്യാണത്തിന്റെ സമയമായി, ഒരു പെണ്ണിന് 16, ഒരു ആണിന് 22, ഒരു പെണ്ണിന് 18 വയസ്സ്. ഇന്ത്യ ഗവൺമെന്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ നിയമപ്രകാരം ഒരു പെണ്ണിന് 18 വയസ്സായി, ഒരു ആണിന് 22 വയസ്സായി. ഉമ്മമാരോ ഉപ്പമാരോ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല. ആ പെണ്ണോ ആ ആണോ തെറ്റ് ചെയ്താൽ, ആ പെണ്ണ് തൻ്റെ ക്ലാസ്മേറ്റിനോട് ചാറ്റ് ചെയ്താൽ, തൻ്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോട് ചാറ്റ് ചെയ്താൽ, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ കാമുകന്മാരോട് പെണ്ണ് ചാറ്റ് ചെയ്താൽ, അതുപോലെ 22കാരനായ ചെറുപ്പക്കാരൻ തൻ്റെ കാമുകിമാരോട് സംസാരിച്ചാൽ, വീഡിയോ കോൺഫറൻസ് നടത്തിയാൽ, ഫോട്ടോകൾ കൈമാറിയാൽ, അവരുടെ കൂടെ കറങ്ങാനും നടക്കാനും സഞ്ചരിക്കാനും ജ്യൂസ് കുടിക്കാനും സിനിമ കാണാനും വേണ്ടി അവർ രണ്ടുപേരും പോവാൻ തുടങ്ങിയാൽ, ആ മക്കൾ ചെയ്യുന്ന തെറ്റ് ആ മാതാപിതാക്കളുടെ ഏടിലും അല്ലാഹു കുറിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഉപ്പമാരുമ്മമാരൊക്കെ ശ്രദ്ധിച്ചോ? പ്രായപൂർത്തിയെത്തി. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം 18 വയസ്സുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാതെ, ആ പെണ്ണിനോട് കല്യാണത്തിന് നിർബന്ധിക്കാതിരുന്നാൽ, കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ, 22കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളെ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള പ്രോത്സാഹനങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ, ഈ മക്കള് വ്യഭിചരിച്ചാൽ, ഈ മക്കള് ചാറ്റ് ചെയ്താൽ, ഈ മക്കൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോയാൽ, ഹറാമായ നോട്ടങ്ങള്, ഹറാമായ സംസാരങ്ങള്, ഹറാമായ ചാറ്റിങ്ങുകൾ ഇവരിൽ നിന്നുണ്ടായാൽ, അവർക്കുമുണ്ട് ഹറാമായ ആയിരക്കണക്കിന് തിന്മകൾ അവരുടെ ഏടുകളിൽ എഴുതുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെ ഏടിലും അള്ളാഹു എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ കടമയാണ് വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. മാഷാ അല്ലാഹ്, കല്യാണം കഴിപ്പിക്കാനുള്ള വേദകൾ വളരെ കുറവാണ്. നിസ്കരിക്കാൻ പറയും, നിങ്ങൾ കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലെന്ന്
എന്നൊക്കെയല്ലാതെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേല കുറവാണ്. കല്യാണം വേഗം കഴിച്ചാൽ ഒരു പിടി അവിഹിത ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാം. എത്ര കൂസലില്ലാതെ, എത്ര നിസ്സാരായിട്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത്. കള്ളും കുടിച്ച് കണ്ടവൻ്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിൽ പറയാണ് പല പെണ്ണുങ്ങളും. ഇതൊരു മോശമാണ്. ഉളുപ്പ് എന്നൊരു സംഭവം വേണ്ടേ പെണ്ണുങ്ങൾക്ക്? അല്ലാഹു പറഞ്ഞല്ലോ, പരിശുദ്ധമായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിന്റെ അന്ത്യനാളിന്റെ സൂചനകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ, ഇദാ കാന ആഖിറുസ്സമാൻ, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എടുത്തു എത്തിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ അല്ലാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 1, യർഫഉല്ലാഹുൽ ബർകത മിനൽ അർളി, ഭൂമിയിൽ ബർക്കത്തുണ്ടാവൂല, മനുഷ്യന്മാർക്ക് കാരുണ്യം ഉണ്ടാവൂല. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ലജ്ജയുണ്ടാവൂല. അപ്പോഴാണ് കള്ളു കുടിച്ച കഥകൾ പറയുന്നത്, അപ്പോഴാണ് വ്യഭിചരിച്ച കഥകൾ പറയുന്നത്, കാമുകന്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് ലജ്ജ, നാണം അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിയപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത്, അല്ലാഹുവിൻ്റെ ഹബീബായ പരിശുദ്ധ ദീൻ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുണ്ടല്ലോ, ആ ദീൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ആ ദീൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇവിടെ അവിഹിത ബന്ധങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ വ്യഭിചാരങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ തോന്നിവാസങ്ങൾ നടക്കാൻ പാടില്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ നാട് വിട്ടു പോവുകയാണ്. മക്കക്കാർ ആട്ടിയോടിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഒരാളെയും ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികളായ മുശ്രിക്കീങ്ങളൊക്കെ അവരെ ആട്ടി ഓടിക്കുകയാണ്, ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അപ്പോഴാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ നേരെ നജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. നജ്ജാശി രാജാവ് അവരെ കൈ നീട്ടി സ്വീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചവരാണ്, മക്കയിൽ നിന്ന് ഓടിച്ചു വിട്ടതാണ്, അടിച്ചു വിട്ടതാണ്. നജാശി രാജാവ് കൈയും നീട്ടി സ്വീകരിച്ചു. സ്വസ്ഥമായി, സ്വതന്ത്രമായി, വേദനയില്ലാതെ, പ്രയാസമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സമ്മതം നൽകിയപ്പോഴാണ് മക്കയിൽ നിന്ന് ഒരു കൂട്ടം മുശ്രിക്കീങ്ങളായ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നജാശിയുടെ സമീപത്തേക്ക് വരുന്നത്. നജാശിയോട് പറഞ്ഞു, നജാശി രാജാവേ, ഇവര് സാമൂഹിക ദ്രോഹികളാണ്, നമ്മുടെ നാട്ടിലെ കുഴപ്പക്കാരാണ്, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ്, ഇവരെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം, ഇവരെ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മഹാനായ നജ്ജാശി രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ വിളിക്കുകയാണ്. നിങ്ങളിൽ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മതമെന്ത് എന്ന് പഠിപ്പിക്കാനും പ്രഭാഷണം നടത്താനും വിളിച്ചപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നജ്ജാശി രാജാവേ, ഞങ്ങൾ വ്യഭിചരിക്കുന്നവരായിരുന്നു. ഞങ്ങളോടൊരു നബി പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആട്ടി ഓടിച്ചതാണ്. ഞങ്ങൾ കള്ളു കുടിക്കുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആട്ടി ഓടിച്ചതാണ്. പലിശ തിന്നുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു. സ്വന്തം ജ്യേഷ്ഠന്മാരോട്, സ്വന്തം മനുഷ്യന്മാരോട് വരെ യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങള്. യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിലോ, യുദ്ധം ചെയ്യാൻ രണാങ്കണത്തിലിറങ്ങി ധീരമായി പോരാടാനും യുദ്ധം ചെയ്യാനും ആരെയും കിട്ടില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു, സ്വന്തം മനുഷ്യന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു. എന്നിട്ട് ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യുമായിരുന്നു ഞങ്ങള്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ കുടുംബബന്ധം പുലർത്തിയതിന്റെ പേരിൽ
പേരിലാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് നജാശി രാജാവ് മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളെ ആട്ടിയോടിക്കുന്നത്. നിങ്ങളുടെ കളികളോ തമാശകളോ ഇവിടെ നടക്കൂല, ഇവരെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് വന്നവരെ ആട്ടിയോടിക്കുകയാണ്. അപ്പൊ എന്തിനാ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത്? കുടുംബബന്ധം മുറിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, കള്ള് കുടിക്കരുത്, ആക്രമിക്കരുത്, പരസ്പരം പരദൂഷണങ്ങൾ പറയരുത്. ഇതിൻ്റെ പേരിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ പരീക്ഷണങ്ങൾ നേരിട്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല അവസാന കാലഘട്ടത്തിൽ ലജ്ജ ആകാശലോകങ്ങളിലേക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഹയാഇനെ, ലജ്ജയെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് പറയട്ടെ, അവിഹിത ബന്ധങ്ങളില്ലാതിരിക്കാൻ, കണ്ടവന്റെ കൂടെ പോവാതിരിക്കാൻ, കണ്ടവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കല്യാണം കഴിച്ച ആളുകൾ വരെ എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ഒരു പെണ്ണ് ഭർത്താവ് ഗൾഫിലാണ്, കണ്ട നാട്ടിലുള്ള അന്യമതസ്ഥനായ ഒരുത്തന്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി നാട്ടുകാർ പിടിക്കുകയുണ്ടായി. ഇപ്പൊ തൊലാഖിന്റെ ഡിവേഴ്സിന്റെ വക്കിലാണുള്ളത്. ഭർത്താവ് പറഞ്ഞു, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അപ്പോൾ ക്ഷമിച്ചു, പക്ഷേ ഇനി എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഒരുപാട് ഉസ്താദുമാരുടെ അടുത്തേക്ക്, ഒരുപാട് ഖാദിമാരുടെ സമീപത്തേക്ക് ചെന്നിട്ട് കോംപ്രമൈസിനും പരസ്പരം രഞ്ജിപ്പിനുമുള്ള വർത്തമാനങ്ങളും ചർച്ചകളും നടന്നപ്പോ ഞാൻ ചോദിക്കട്ടെ, വീട് വിട്ടിറങ്ങിയ പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുക? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ തയ്യാറായ ഒരു പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ആർക്കൊക്കെ വേണ്ടി സ്വീകരിക്കാം? തൊലാക്ക് ചെല്ലുന്നില്ല, തൽക്കാലം ഡിവേഴ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാതെ ജീവിച്ചാൽ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുമോ? ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമോ? അതുകൊണ്ട് പെണ്ണേ, നിന്റെ ചെറുപ്പത്തിലെ ചുറുചുറുപ്പും നിന്റെ യൗവനവും നിന്നെ വഞ്ചിച്ചു പോകരുത്. ലാ തഗുറന്നകുമുദ്ദുന്യാ കമാ ഗറത്നി വലാ തലഅബന്ന ബികുമുദ്ദുന്യാ കമാ ലഅബ ബി. ഓരോ ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ, ഓരോ ആളുകൾ മരിച്ചു പോകുമ്പോ ആ മയ്യത്തിനെ കാണാൻ വേണ്ടി നമ്മൾ പോവാറുണ്ടല്ലോ. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മയ്യത്തിനെ കാണാൻ നമ്മൾ പോവാറുണ്ടല്ലോ. അങ്ങനെ മയ്യത്തിനെ കാണാൻ വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല. ഏ മോനെ, ഓ സഹോദര, ലാ തലഅബന്ന ബികുമുദ്ദുന്യാ കമാ ലഅബ ബി. ദുനിയാവ് ഞാൻ ദുനിയാവിൽ കളിച്ചതുപോലെ നീ ഈ ദുനിയാവിൽ കളിച്ചു നടക്കരുത്, ഞാനാകെ പെട്ടുപോയിരിക്കുകയാണെന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വലാ തഗുറന്നകുമുദ്ദുന്യാ കമാ ഗറത് ബി. ഈ ദുനിയാവിനെ വഞ്ചിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിന്റെ ഭംഗി കണ്ട് വഞ്ചിക്കപ്പെടേണ്ട, യൗവനത്തിന്റെ ചുറുചുറുപ്പ് കണ്ട് വഞ്ചിക്കപ്പെടേണ്ട. ഒരു 25, 28, 30 വയസ്സായി മുഖം ചുളിയാനും ചുക്കിച്ചുളിയാനും തുടങ്ങിയാൽ നിങ്ങളുടെ പിന്നാലെയുണ്ടായിരുന്ന ആളുകൾ, നിങ്ങളുടെ കാമുകന്മാരോ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരോ, നിങ്ങളുടെ കൂടെ കോടതിയിൽ വന്നവരോ, നിങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നവരോ, ഒരാളും നിങ്ങൾ തിരിഞ്ഞു നോക്കാനില്ലാതെ ഏതെങ്കിലും വേശ്യാലയങ്ങളിൽ അഭയം പ്രാപിക്കേണ്ട ദാരുണമായ ദയനീയമായ അവസ്ഥയാണ് പെണ്ണെ. ഈ തോന്നിവാസങ്ങൾക്ക് നിങ്ങളുടെ യൗവനം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അവസാനം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട്, ഒരു നല്ല മുസ്ലിമായിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ജീവിച്ചോ, എങ്കിലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. പക്ഷെ മാതാപിതാക്കളോട് പറയുന്നത്, ഇങ്ങനെയുള്ള അലവലാദികളായ താന്തോന്നികളായ തോന്നിവാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. അവർക്ക് പഠിപ്പിക്കേണ്ട അദബ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് പഠിപ്പിക്കേണ്ട സംസ്കാരം പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, ചെറുപ്പത്തിലെ അഴിച്ചുവിട്ടത് കൊണ്ടാണ്. ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു നിയന്ത്രണമില്ലാതെ, തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കാതെ, തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കാതെ, എന്ത് തെറ്റ് ചെയ്താലും മകന്റെ കൂടെ നിന്നിട്ട് അവർക്ക് തിന്മകൾക്ക് പ്രോത്സാഹനം നൽകിയ ഉപ്പമാരെ, ആ മക്കളാണ് നിങ്ങളെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തള്ളിപ്പറയുന്നത്. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്.
لنجعلهما تحت أقدامنا وليكونا من الأسفلين. നാളെ സ്വർഗ്ഗത്തിലേക്ക് പോവേണ്ട ഉമ്മ, സ്വർഗ്ഗത്തിലേക്ക് പോവേണ്ട ഉപ്പ, രണ്ടുപേരും സ്വർഗ്ഗത്തിലേക്ക് കയറി സ്വർഗ്ഗത്തിലിരിക്കുമ്പോഴാണ് ദാ ഡോറ് മുട്ടുന്നത്, ഒരാൾ കടന്നു വരുന്നത്. ആരാണെന്നറിയോ? നരകത്തിലേക്ക് മക്കളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. ഏത് മക്കളെ? അഴിച്ചുവിട്ട മക്കളെ, നിയന്ത്രണ രേഖയില്ലാതെ, നിയന്ത്രണമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ട മക്കളെ, രാത്രി 10 മണിയായിട്ടും വീട്ടിലേക്ക് കയറി വരാത്ത മക്കളെ നിങ്ങൾ ശാസിക്കാറില്ലല്ലോ, അവരുടെ മുന്നിൽ വാതിൽ കുട്ടിയടക്കാറില്ലല്ലോ. അതെന്റെ മകനല്ലേ, മകനൊന്നും ചെയ്യൂലല്ലോ, എൻ്റെ ചെറിയ മോനല്ലേ, എൻ്റെ വലിയ മകനല്ലേ, അവൻ 2 മണി വരെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം, അവൻ ക്ലബിലിരുന്നാൽ എന്താണ് കുഴപ്പം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉപ്പമാര് ദേഷ്യപ്പെട്ടാൽ കിച്ചണിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ തസ്ബീഹ് കാരണം, നിങ്ങളുടെ ഖുർആൻ കാരണം, നിങ്ങളുടെ ഇബാദത്ത് കാരണം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളാണെങ്കിൽ, ഈ തോന്നിവാസികളായ ഇരുട്ടിന്റെ മറവിൽ കഞ്ചാവിന്റെ അടിമകളായി, പ്രണയത്തിന്റെ, വ്യഭിചാരത്തിന്റെ, അവിഹിത ബന്ധങ്ങളുടെ, പലിശയുടെ, കൊലപാതകങ്ങളുടെ, കൊള്ളയുടെ, കൊള്ളിവെപ്പിന്റെ ആളുകളായി നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറി അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ മക്കൾ അള്ളാഹുവിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ, ലാ അദ്ഖുലുന്നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ ഉപ്പ നരകത്തിലേക്ക് പോവാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല, എൻ്റെ ഉമ്മ നരകത്തിൽ പ്രവേശിക്കാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമ്പോഴാണ് സ്വർഗക്കാരായ മാതാപിതാക്കളെ അള്ളാഹു കൊണ്ടുവരുന്നത്. എന്തിനാണ് ഉമ്മയെയും ഉപ്പയെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ലാഹുവേ, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മയെയും ഉപ്പയെയും കാണിച്ചു താ അല്ലാഹ്. എന്നെ വഴികേടിലേക്ക് നയിച്ച എൻ്റെ ഉപ്പ, എനിക്ക് നന്മ പറഞ്ഞു തരാത്ത എൻ്റെ ഉപ്പ, പഠിക്കുന്ന കാലത്ത് കണ്ടവന്റെ കൂടെ നടന്നതും കണ്ടവന്റെ കൂടെ സഞ്ചരിച്ചതും ഉപ്പാക്ക് പ്രശ്നമായിട്ടില്ല. ഞാൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ പകല് നേരം വരെ സംസാരിക്കുന്നതും ഉമ്മാക്ക് പ്രശ്നമായില്ല. ഞാനിവിടെ ചെമ്മാടികളുടെ കൂടെ ജീവിച്ചതും ഉമ്മാക്ക് പ്രശ്നമായില്ല. എന്നെ ഉപദേശിക്കാത്തത് കാരണമല്ലേ എനിക്ക് നരകം ലഭിക്കാനുള്ള കാരണം. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാതെ ഉമ്മയെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറഞ്ഞ് സ്വർഗക്കാരായ ഉമ്മമാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്മയുടെ പാതയിൽ നീ എത്തിക്കണേ അല്ലാ. ഇനി വേറെ ചില മക്കളുണ്ട്. ആരാണ് ആ മക്കളെന്നറിയോ? ആ മക്കളുടെ കഥകൾ കേൾക്കണോ ഉമ്മമാരെ? ഇവിടെ അച്ചടക്കത്തോടെ മക്കളെ പഠിപ്പിച്ച ഉമ്മമാർ, ദീനീ വിദ്യാഭ്യാസം നൽകിയവർ, അവരെ സാലിഹീങ്ങളാക്കി വളർത്താൻ അധ്വാനിച്ചവർ, ഇൽമ പഠിപ്പിച്ചവർ, നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ അവരോടൊന്ന് ദേഷ്യപ്പെട്ടവർ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഒന്ന് വാതിൽ തള്ളി തുറന്ന് അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് സുബഹി നിസ്കരിക്കാൻ നിർബന്ധിച്ചവർ, സിനിമ കണ്ടതിന്റെ പേരിൽ 1 മാസക്കാലം പിണങ്ങി നിന്ന് അവർക്ക് ഭക്ഷണം പോലും നൽകാതെ, ക്യാഷ് പോലും നൽകാതെ പിണങ്ങി നിന്ന ഉമ്മമാർ, വൈകി വന്നപ്പോ രാത്രി 10 മണിയായി വീട്ടിലേക്ക് വരാത്തതിന്റെ പേരിൽ കിച്ചണിലെയും അടുക്കളയുടെയും മുൻഭാഗത്തെയും ഡോറുകൾ കുട്ടിയടച്ച ഉമ്മമാർ, തെറ്റ് ചെയ്തതിന്റെ പേരിൽ, കളവ് പറഞ്ഞതിന്റെ പേരിൽ ശാസിച്ച ഉമ്മമാർ, ഇങ്ങനെയുള്ള ഉമ്മമാർ, ആ ഉമ്മമാർ ഒരു പക്ഷേ അവർക്ക് ഇബാദത്തില്ലാത്തതിന്റെ പേരിൽ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഈ ഉമ്മമാര് കാരണം നന്നായ മക്കളുണ്ടല്ലോ, അവര് സ്വർഗത്തിലെത്തുമ്പോഴാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ, എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ ഉപ്പ എവിടെ, എൻ്റെ മാതാപിതാക്കൾ എവിടെ അല്ലാ? അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് മോനെ. അല്ലോ, എൻ്റെ മാതാപിതാക്കൾ നരകത്തിലോ? എന്നാൽ എനിക്ക് സ്വർഗം വേണ്ട, എൻ്റെ മാതാപിതാക്കളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ട് മാതാപിതാക്കളുടെ കൈയും പിടിച്ച്, നരകക്കാരായ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളായി ഇവർ മാറുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു അങ്ങനെയുള്ള മക്കളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിന്റെ ദറജ ഇങ്ങനെ അധികരിക്കുകയാണ്, ഖബറിന്റെ പ്രകാശം വർദ്ധിക്കുകയാണ്, ഖബർ ഇങ്ങനെ വീതി കൂടുകയാണ്, ഖബർ ഇങ്ങനെ വിശാലമാവുകയാണ്. സ്വർഗത്തിന്റെ ഓരോ
അസുഖങ്ങൾ ദൈനംദിനം വർദ്ധിക്കുമ്പോഴാണ് മരിച്ചുപോയ ഉമ്മ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, മരിച്ചുപോയ പിതാവ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത്, എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്, എങ്ങനെയാണ് ഈ മനോഹരമായ കുപ്പായം എനിക്ക് ധരിച്ചത്, ഈ കിരീടം എനിക്ക് ലഭിച്ചത്, ഈ മനോഹരമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഭൂമിയിൽ നിന്റെ സാലിഹീങ്ങളായ മക്കളുണ്ടല്ലോ, ആ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. ഓരോ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്. ഓരോ പേജ് ഖുർആൻ ഓതുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്. ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്. ഓരോ സദഖകൾ ചെയ്യുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാലിഹീങ്ങളായ മക്കളിൽ പെടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പ്രസവിച്ചാൽ ഉടനെ നല്ല പേരിട്ട് കൊടുക്കണേ, പേരിട്ട് കൊടുത്താൽ പിന്നെ പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണേ. 7 വയസ്സ് വരെ മക്കളോട് കളിക്കേണ്ട സമയമാണ്. 1 മുതൽ 7 വരെ മക്കളോടുകൂടെ കളിക്കേണ്ട സമയമാണത്. മാതാപിതാക്കൾ, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു സബിയുൻ ഫല്യതസാബല, ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ, ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ, ഫല്യതസാബല, ആ ഉമ്മയും ഉപ്പയും മക്കളെ പോലെ കുട്ടിയായി അഭിനയിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുട്ടിയെപ്പോലെ അഭിനയിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കുട്ടി കളിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ കൊഞ്ചിക്കുടഞ്ഞ് കളിക്കണം, അവരുടെ കൂടെ നടക്കണം, അവരുടെ കൂടെ ഇഴയണം, അവരുടെ കൂടെ മത്സരിക്കണം, ഓടണം. ഇതൊക്കെ 7 വയസ്സ് വരെ കളിക്കണം കുട്ടികളുടെ കൂടെ. 7 വയസ്സായാലോ 14 വയസ്സ് വരെ പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കൾക്ക് സംസ്കാരവും മതവും പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. 14 കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ചങ്ങാതിമാരായി, ആസ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ അവരുടെ കൂടെ രഹസ്യങ്ങളും പരസ്യങ്ങളും പങ്കുവെച്ച് എല്ലാ വിഷയങ്ങളും പങ്കുവെച്ച് ജീവിക്കേണ്ടവരാണ് മക്കളും മാതാപിതാക്കളും. അങ്ങനെ പ്രായപൂർത്തി എത്തിയാലാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. പ്രായപൂർത്തി എത്തി കല്യാണം കഴിച്ചു കൊടുക്കാതെ ഈ മക്കൾ തിന്മയിലേക്ക് പോകുമ്പോ, കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ, 22കാരനായ ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ, 22 വയസ്സായി കല്യാണം കഴിപ്പിക്കാത്തത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത്, ക്ലബിലിരിക്കുന്നത്, അങ്ങാടിയിൽ പോകുന്നത്, ക്യാമ്പസിന്റെ ക്യാമ്പസിന്റെയും കലാലയങ്ങളുടെയും തെരുവോരങ്ങളിലേക്ക് പോകുന്നത്, അതിന്റെ സൈഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഹറാമ് കാണുമ്പോൾ ഓരോ ഹറാമും ഉമ്മയുടെ ഏടിലേക്കാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ ദൗത്യം നിങ്ങളിൽ നിന്നൊഴിവാവാൻ ഈ മക്കളോട് നിങ്ങൾ പറയണം കല്യാണം കഴിക്കാൻ. നിങ്ങൾ പറയാ, മോനെ കല്യാണം കഴിക്കണം, വയസ്സായിട്ടുണ്ട്. പിന്നെ അവർ കഴിച്ചില്ലേ, നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ അവർ തെറ്റിയത് എങ്ങൾക്കില്ല, അവർക്ക് മാത്രമാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? കല്യാണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അവരോട് പറയാ, എന്നാ പിന്നെ പെണ്ണോക്കല്ലേ, കല്യാണം കഴിക്കല്ലേ. ഒരു വേണ്ട ഉമ്മ, കുറച്ച് കഴിയട്ടെ. അല്ല, സമയമായിട്ടുണ്ട്, ഇതെൻ്റെ ബാധ്യതയാണ്, വേഗം കല്യാണം കഴിക്കണം. അല്ലല്ല, എനിക്ക് കുറച്ച് സെറ്റിലാവണം, എനിക്കൊരു സാമ്പത്തികമായിട്ട് ഉഷാറാവണം, നല്ല ജോലി വേണം എന്നൊക്കെ മക്കൾ പറയും. എന്നാൽ പിന്നെ ഞാനും നീയും തമ്മിലുള്ള ഇടപാട് കഴിഞ്ഞു, പിന്നെ നിന്റെ ഇഷ്ടമാണ്. ഇത് ഉമ്മമാർ മക്കളോട് പറയണം. എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, പിന്നെ അവർ തെറ്റിയത് അവർക്ക് മാത്രമാണ്, ഇല്ലെങ്കിൽ അവർക്കുണ്ട് നിങ്ങൾക്കുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, വേഗം കല്യാണം കഴിക്കണം. കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ കല്യാണം കഴിക്കണം. ചെലവ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. ഉമ്മമാരോട് പറഞ്ഞു, പ്രായപൂർത്തിയായാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോഴാണ് കല്യാണം, ഒരു കുടുംബജീവിതം തുടങ്ങുന്നത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. എന്തെന്നറിയോ? അൻ ഖലഖ ലകും
മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ നൽകിയത്. ഒരു ആണിനെ ഒരു പെണ്ണിനെ ഒരു ആണിനെ നൽകിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ പരിചയമില്ലാത്തവർ, ഇന്നലെ വരെ ബന്ധമില്ലാത്തവർ, ഇന്നലെ വരെ കാണാത്തവർ, യാതൊരു പരിചയമില്ല, ഏതോ ഒരു മുക്കുമൂലയിൽ നിന്ന് പുതിയാപ്പിള ഏതോ ഒരു മുക്കുമൂലയിലാണ്, കാസർഗോഡാണ്, എന്നാൽ പെണ്ണാണെങ്കിലും ഇങ്ങ് കച്ചയിലാണ്. ഏകദേശം 70ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരമുള്ള കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളാണ് ആദ്യമായി എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ എൻ്റെ കിടപ്പറ പങ്കിടുന്നത്. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും? ഏത് പെരുമാറ്റമായിരിക്കും? നല്ല സൽസ്വഭാവിയായിരിക്കുമോ? അല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്ന, അടിക്കുന്ന, മോശമായ തെറി പറയുന്ന ഭർത്താവായിരിക്കുമോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും. എന്തോ ഒരു പേടിയായിരിക്കും. ഈ ഒരാഴ്ച മുമ്പാണ് ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചത്. സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു ഭർത്താവുണ്ട്, ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവ്. എന്താണ് അതിന് മസ്അല? അതിന്റെ ഫത്വ എന്താണ്? ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പമെന്ന്. അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, ഭർത്താവ് വല്ലാതെ ഭാര്യയെ പീഡിപ്പിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാ ഭാര്യയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സഹിക്കാൻ ഭാര്യ തയ്യാറാണ്, ഇതിനൊന്നും ഭാര്യയ്ക്ക് പരാതിയില്ല. പക്ഷേ ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് ഫോൺ വീഡിയോകൾ കാണാണ്, ഭാര്യയോട് ഫോൺ വീഡിയോ കാണാൻ പറയാണ്, സെക്സ് വീഡിയോകൾ കാണാൻ ഭാര്യയോ നിർബന്ധിക്കുകയാണ് ഭർത്താവ്. ഭാര്യ ഇത് സമ്മതിക്കുന്നില്ല, അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു, അതിന്റെ പേരിൽ തെറി പറയുന്നു. അതും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. എന്നാൽ ഇതിനേക്കാളും വലുത് കേൾക്കണോ? അന്യ പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വന്തം ഭർത്താവ് പ്രേരിപ്പിക്കുകയാണ് ഭാര്യയെ. അവിഹിത ബന്ധത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ പ്രേരിപ്പിക്കുകയാണ്. ഒരു പക്ഷേ അവന്റെ ചങ്ങാതിമാരെ കൊണ്ടുവന്ന് കിടപ്പറ പങ്കെടുപ്പിച്ചാൽ ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ അവന്റെ പോക്കറ്റിലേക്ക് ലഭിച്ചേക്കാം. അതിനുവേണ്ടി സാമ്പത്തിക താല്പര്യക്ക് വേണ്ടി തന്റെ ഭാര്യയെ പോലും ഒറ്റുകൊടുക്കുന്ന ഭർത്താവാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെയാണ് അയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ മുന്നിൽ തന്നെ അന്യപെണ്ണുങ്ങളുമായി സംസാരിക്കാനും അന്യപെണ്ണുങ്ങളുമായി ഇടപഴകാനും ശ്രമിക്കുന്ന ഒരു ഭർത്താവ്, ഇത്രയും വൃത്തികെട്ടവനായ നീചനായ ഭർത്താവ്, ഇവനെ ഒന്ന് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞാൽ ത്വലാഖ് ചെല്ലുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ, എൻ്റെ സഹോദരാ, ഭാര്യമാർക്ക് ആശങ്കയുണ്ട്, ഭാര്യമാർക്ക് വെപ്രാളമുണ്ട്. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും? കള്ളുകുടിയനാണോ? സിസർ വലിക്കുന്നവനാണോ? കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മാഫിയകളുടെ ആളാണോ? കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളായിരിക്കുമോ? അല്ലാഹുവേ, നിസ്കരിക്കുന്ന ആളായിരിക്കുമോ? സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ആളായിരിക്കുമോ? 50 പവൻ തരാമെന്ന് പറഞ്ഞു, 49 പവൻ കൊടുത്തു, 1 പവനേ ഇനി കൊടുക്കാനുള്ളൂ. ആ 1 പവന്റെ പേരിൽ പ്രശ്നമാക്കുന്ന ഭർത്താവായിരിക്കുമോ? അല്ലാ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയാണ്, വെപ്രാളപ്പെടുകയാണ്. പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത 2 പേർ, എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ കാലുകെട്ടി അല്ലെങ്കിൽ കണ്ണുപൊട്ടി എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ നാടുകളിലുണ്ട്. ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒന്നും നന്നാവുന്നില്ല, ഞാൻ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കൂല, പെണ്ണ് കെട്ടിയവനെ കണ്ണ് പൊട്ടിന്നാ പറയുന്നത് കേട്ടത്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കൂല. പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വാതന്ത്ര്യമില്ല, പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവൂല. ശരിയാണ്. പഴയതുപോലെ ചങ്ങാതിമാരുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റൂല. അപ്പോഴേക്കും പെണ്ണ് ഫോൺ ചെയ്യും. ഇനി പോയില്ലെങ്കിലോ വന്നിട്ട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ മുഖം കാണണം. പഠിച്ചോ, അതിനേക്കാളും നല്ലത് ചങ്ങാതിമാരോട് സലാം പറഞ്ഞിട്ട് വീട്ടിലെത്തലാണ്. കാരണം കല്യാണം നിന്റെ ദീനിന്റെ 2/3 ഭാഗവും കല്യാണം കഴിക്കലോടുകൂടി നീ സംരക്ഷിച്ചു കഴിഞ്ഞു. ചെറുപ്പക്കാരാ, ദീനിനെ 3 ഭാഗമാക്കി ബാധിച്ചു. അതിൽ 2 ഭാഗവും നീ കല്യാണം കഴിക്കലോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ 1 ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞവർക്ക് ദീനിന്റെ 1 ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇന്നാലിന്ന മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു. നിങ്ങൾ കല്യാണം കഴിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ ദീനിന്റെ 3/2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 75-60% നിങ്ങളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ആകെ 40% ഉള്ളൂ. ആ 40% നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം.
എന്നാ കല്യാണം കഴിക്കാത്തവരോ 100% ശ്രദ്ധിക്കണം. ഇടത് ഭാഗവും ശ്രദ്ധിക്കണം, മുൻഭാഗവും ശ്രദ്ധിക്കണം, വലത് ഭാഗവും ശ്രദ്ധിക്കണം, പിൻഭാഗം ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളിലും അവൻ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാലേ വളരെ ദീനിൽ അധിഷ്ഠിതമായ ജീവിതം അവന് നയിക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കാത്തവൻ എങ്ങനെയാണ്? അവന് 4 ഭാഗവും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം 100% അവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. കല്യാണം കഴിച്ചാൽ 100-70 സംരക്ഷിക്കപ്പെട്ടു, പിന്നെ 30 ഭാഗം മാത്രമാണ് അവൻ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, യാ അക്കാഫ് ഹൽ ലക സൗജ, നിനക്കൊരു ഭാര്യയുണ്ടോ? നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ അക്കാഫേ? ഇല്ല നബിയെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തത്? കാശില്ലേ, പൈസയില്ലേ, സെറ്റിൽ ആയിട്ടില്ലേ, ജോലിയില്ലേ? അപ്പോഴാണ് അക്കാഫ് പറയുന്നത്, അല്ല നബിയേ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് നബിയേ. വഅന മൂസിറും ബിഖൈർ, എന്റെ കയ്യിൽ കാശുണ്ട് നബിയേ, ഞാൻ മുതലാളിയാണ്. പിന്നെ എന്തേ നീ കല്യാണം കഴിക്കാത്തത്? അല്ല നബി, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പിശാചിന്റെ ചങ്ങാതിയാണ്. കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാത്ത നീ പിശാചിന്റെ ചങ്ങാതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ ചങ്ങാതിമാരും പിശാചാണ്, പിശാചിന്റെ ചങ്ങാതിയാണ് നീ. എന്നിട്ട് പറഞ്ഞു, അർദലു മൗതാകും ഉസ്സാബുകും, അർദലു മൗതാകും ഉസ്സാബുകും ശിറാറുകും ഉസ്സാബുകും. നിങ്ങളിൽ ഏറ്റവും മോശക്കാര് കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. നിങ്ങളിൽ മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. അതുപോലെ മോശമായി മരിക്കുന്നത്, ആഖിബത്ത് മോശമായി മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ പ്രായപൂർത്തി എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം. കാരണം ദീനിന്റെ 2 ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു ഭാഗം മാത്രം സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് എന്റെ സഹോദര, കല്യാണത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ്. ഒരുപാട് ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ജോലിയുടെ പ്രാരാബ്ദങ്ങളെ, മുതലാളിയുടെ വെട്ട് കേട്ടു, മുതലാളിയുടെ ചീത്ത കേട്ടു, മുതലാളിയുടെ തെറി കേട്ടു, മാനേജറിന്റെ ചീത്ത കേട്ടു, ഇങ്ങനെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി എടുക്കുന്നതിനിടയിൽ ഒരുപാട് ചീത്തയും തെറിയും കേട്ട് വളരെ ക്ഷീണിച്ചിരുന്നിരുന്ന് നടുവേദനയായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ നിന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ അധ്വാനിച്ച, നീ ക്ഷീണിച്ച ക്ഷീണമെല്ലാം പമ്പ കിടക്കൂലേ? ലിതസ്കുനൂ ഇലൈഹാ. എത്ര പ്രയാസമുണ്ടായാലും, എത്ര ക്ഷീണമുണ്ടായാലും ആ പുഞ്ചിരിക്കുന്ന സുസ്മേരവദനയായ ഭാര്യ പൂമുഖവാതിൽക്കൽ വന്ന് നിന്നിട്ട് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ പ്രയാസങ്ങളെല്ലാം പമ്പ കിടക്കൂലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ട്, എന്നിട്ട് ഒന്ന് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ കരിവാളിച്ച മുഖവുമായി, പരാതിയുടെ പ്രളയങ്ങളുമായി, വലിയ പരാതിയുമായി നീ നിന്റെ ഭർത്താവിനെ സ്വീകരിച്ചാൽ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ, എരുത്തിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളാണ് ഭർത്താവിനുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്, വെറുപ്പിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു പ്ലക്കർ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും, ഭർത്താവ് മറന്നുപോയി, അതിന്റെ പേരിൽ കുശുമ്പുണ്ടാക്കരുത്, അതിന്റെ പേരിൽ കുറുമ്പ് കാണിക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു മീന് വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും, ജോലിയുടെ തിരക്ക് മൂലം ഭർത്താവ് മറന്നുപോയാൽ അതിന്റെ പേരിൽ ഭർത്താവിനെ ചീത്ത പറയരുത്. സാരില്ല, കുഴപ്പമില്ല, നമ്മൾക്ക് നാളെ വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് ഭാര്യയ്ക്കുള്ളത്. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കണക്കുളിർമയുള്ള ഭാര്യയാക്കി മാറ്റട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്. ഇവിടെ ഫൈസ് ഉസ്താദ്, ഇവിടെ ഫൈസ് ഉസ്താദ് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ബാധ്യതയുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പം ഞാൻ കാസർഗോഡ് നിന്നിട്ട് നിങ്ങളെ ബാധ്യത ഏറ്റെടുക്കാൻ പറഞ്ഞാൽ നടക്കൂലല്ലോ.
അല്ലേ? പരിപാടിക്ക് ചിലവുണ്ട്, ഞാൻ ഏറ്റെടുക്കണം, ഞാൻ പിരിവൊന്നാക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 500 വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. എന്തേ ബുദ്ധിമുട്ടാവും? ചെറുപ്പക്കാരൊക്കെ അല്ലേ? 6 മാസമായില്ലേ ഫ്രീ ആയിട്ട് നെറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? 6 മാസമായില്ല അംബാനി വെറുതേക്ക് നെറ്റ് തരാണ്, ഒരു ചിലവില്ല, 5 പൈസ റീചാർജ് വേണ്ട, ഫോൺ വിളിക്കുക, മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് മെസ്സേജ്, വീഡിയോ കോൺഫറൻസ് ഒക്കെ നിർത്താം, 5 പൈസ ചിലവില്ല. അതിന് അള്ളാഹ്ക്കൊരു ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാഹ് 5 പൈസ ചിലവില്ലാതെ 6 മാസം 4G ഇൻ്റർനെറ്റ് സൗകര്യം. അതുകൊണ്ട് ആ ശുക്രിന് ഒരു 500 രൂപ ദീനിൻ്റെ ഇൽമ പഠിപ്പിക്കുന്ന ഒരു സദസ്സിലേക്ക് സ്റ്റേജിൽ തന്നെ തുടങ്ങാം. നമുക്ക് സ്റ്റേജിൽ തന്നെ തുടങ്ങാം. എന്താ പറ്റൂലേ? നിങ്ങൾ ഏറ്റെടുക്കും 500 രൂപ? എന്താ പഠിച്ചോ? ആരുമില്ലേ ഏറ്റെടുക്കാൻ പറ്റിയ? ആരുമില്ലേ? ബക്കറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? ബക്കറ്റ് ഉണ്ട് ഉസ്താദേ? ആ ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റ് കൊണ്ടുവരി. നിങ്ങൾ എണീറ്റിട്ടൊന്നും ഞാൻ നിർത്തുന്നില്ല. നിങ്ങൾ 500 രൂപ ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. കൊടുക്കുവോ? ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാലേ കൊടുക്കൂ. ബക്കറ്റ് ഇടുമ്പോൾ 10 കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ സഹോദരൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പിരിവൊന്നുമില്ലേ? ഞാൻ പിരിവിന് വേണ്ടി സമയം കണ്ടെത്തൂലേ? ഞാൻ പിരിവിന് നിൽക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വേറൊരാള് അൽഹംദുലില്ലാഹ് 500 രൂപ, വേറൊരാളിൽ 500 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഞാൻ പറയാ ഒരൊറ്റൊരു കാര്യം കൂടി, വേഗം കൊടുത്തോളി. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. നല്ല ആൾക്കാരെന്നെ പിടിച്ചെങ്കിൽ സ്റ്റേജിൽ ഇരുത്തിന്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. വേറെ ആളും വരുന്നുണ്ട്. പിടിച്ചോളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പോവല്ലേ, വേല കഴിഞ്ഞിട്ട് പോയാൽ മതി, പൈസ തന്നോളി, വേല കഴിഞ്ഞിട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 1000 രൂപ, അൽഹംദുലില്ലാഹ് 1500 രൂപ. മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റില്ലേ? ഉണ്ട്. ബക്കറ്റ് കൊടുക്കി, ഇപ്പം കൊടുക്കി. അപ്പോൾ ഇങ്ങോട്ട് വന്ന് തരുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ട് തരിക. ബക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന ആൾ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അൽഹംദുലില്ലാഹ്. വേറൊരാൾ കൂടി. അൻത തതുലഉ ബൈനന. ഹജ്ജിന് പോകുന്നില്ല മാഷാ. ഇപ്രാവശ്യം അല്ലാഹു ആരോഗ്യവും ആഫിയത്തോടെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അൻത തതുലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتحي والحبيب العربي. 500 കൊടുക്കുന്നവർ 500 കൊടുക്കുക. 500 ഇല്ലെങ്കിൽ 100 കൊടുത്തു. ഇങ്ങോട്ട് വരുന്നാൾ ഇങ്ങോട്ട് വന്നിട്ട് തരിക. അവിടെ കൊടുക്കുന്നെങ്കിൽ അവിടെ കൊടുക്കുക. ദുആ എല്ലാവർക്കും ചെയ്യാം. 100 മിനിമം 100എങ്കിലും ചെറുപ്പക്കാരൊക്കെ കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കൂടുതൽ കൊടുക്കും. ഇപ്പം നേരത്തെ 500 പറഞ്ഞപ്പോൾ 1500 ആണ് ഒരാൾ കൊണ്ടുവന്നത്. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി സ്വതഖ ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ആരും കൊടുത്തില്ല. ഇതുപോലെയല്ല,
ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളുകൾ തരാൻ തുടങ്ങി. അള്ളാഹു ഈ നാട്ടിൽ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ഖിയാമത്ത് നാൾ വരെ നിന്റെ നിഅമത്തും നിന്റെ അനുഗ്രഹങ്ങളും ബറക്കത്തും നിന്റെ റഹ്മത്തും നീ നിലനിർത്തണേ അല്ലാ. ഏറ്റി കൊടുക്കണേ അല്ലാ. കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളും നല്ല സ്വാലിഹീങ്ങളാക്കി മാറ്റണേ അല്ലാ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ ആരും നൽകിയില്ല. നബി തങ്ങളുടെ മുഖത്ത് ചെറിയൊരു പ്രയാസം തോന്നി. നബി തങ്ങളുടെ മുഖത്തൊരു പ്രയാസം തോന്നിയപ്പോ ഒരു സ്വഹാബി, അൻസാരിയായ സ്വഹാബി ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ചെറിയ ഒരു കഷ്ണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അങ്ങോട്ടിട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോഴേക്കും മറ്റുള്ള സ്വഹാബാക്കളും ഓടി വന്നിട്ട് അവരുടെ കൈകളിലുണ്ടായിരുന്നതൊക്കെ നേരെ ആ ഒരു മുസല്ലയിലിട്ട് കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തത്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, നല്ല കാര്യത്തിന് ഇസ്ലാമിൽ ആരാണോ തുടക്കം കുറിക്കുന്നത്, ആരാണോ അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്, പിന്നെ അത് കണ്ടിട്ട് ആരൊക്കെയാണോ കൊടുക്കുന്നത്, ശേഷം കൊടുക്കുന്നവരുടെ പ്രതിഫലങ്ങളെല്ലാം ആദ്യം കൊടുക്കുന്നവർക്കും കൂടിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ 100 ആളുകൾ നൽകിയാൽ ആദ്യം കൊടുത്ത ആൾക്ക് 99 പേര് കൊടുത്ത പ്രതിഫലമുണ്ട്. രണ്ടാമത് കൊടുത്തവന് 98 പേരുടെ പ്രതിഫലമുണ്ട്. മൂന്നാമത് കൊടുത്തവന് 97 പേരുടെ പ്രതിഫലമുണ്ട്. നാലാമത് കൊടുത്തവന് 96 പേരുടെ പ്രതിഫലമുണ്ട്. അവസാനിക്കും തോറും പ്രതിഫലം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇന്നല്ല എവിടെയായാലും ഇങ്ങനെ ഒരു സംഭാവനയുടെയോ നന്മയുടെ കാര്യമോ പറഞ്ഞാൽ ആദ്യം ഏറ്റെടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടൊരു സഹോദരൻ ഏറ്റെടുത്തു. ആ സഹോദരനാണ് ഈ ശേഷം ഏറ്റെടുക്കുന്ന പ്രതിഫലം. രണ്ടാമതൊരാൾ ഏറ്റെടുത്തു, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്. അല്ലാഹുവേ, ഇവർ നൽകിയ സ്വതക്കകളെ നീ സ്വീകരിക്കണേ അല്ലാ. സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അപകടങ്ങളെ തൊട്ട് കാക്കാമെന്ന് നിന്റെ പുണ്യനബി പറഞ്ഞിട്ടുണ്ട് നബി. അല്ലാഹുവേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ ആളുകൾക്കൊക്കെ നീ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അല്ലാഹുവേ, രോഗങ്ങൾക്ക് ശിഫ തരാമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ സ്വതക്ക ചെയ്തത്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ കബറിടം വിശാലമാക്കാമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെയും കബറിടം വിശാലമാക്കണേ അല്ലാ. കബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ നരകത്തിൽ നിന്ന് തടയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളെയും നരകത്തിൽ വീഴാതെ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം പാറിക്കളിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അർശിന്റെ തണൽ നൽകാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അർശിന്റെ തണൽ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാൻ പിരിവെടുക്കലില്ല. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ പിരിവെടുക്കേണ്ടത്. ഇന്നലെ വടകര ഭാഗത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യമായിട്ടൊരു പള്ളിക്ക് വലിയൊരു ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു. ഇന്നൊരാൾ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പിരിവെടുക്കാത്ത ആളാണ്, നിങ്ങൾ ഇന്നലെ പിരിവെടുത്തു എന്നുള്ള ചെറിയൊരു പരാതി ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബാധ്യത കണ്ടപ്പോൾ ഏറ്റെടുത്താണ് ഇന്നലെ. എന്തെങ്കിലും മാഷാ അല്ലാഹ് റിസ്ക് സമയമൊന്നും ചെലവഴിക്കാതെ തന്നെ നിങ്ങൾ ഏറ്റെടുത്തു. നല്ല നാട്ടുകാരാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇപ്പം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ യാ റസൂലല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വരുവേ, ആണുങ്ങൾ മാത്രം കൊടുത്താൽ പോലെ നിങ്ങളും കൊടുക്കണേ. മിനിമം 100 കൊടുക്കി. 500 കൊടുക്കാം, 1000 കൊടുക്കാം, 2000 കൊടുക്കാം. മിനിമം ഒരു 100 മുട്ട് കൊടുക്കണേ. 100 കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വേദനിക്കണ്ട. 50 നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് കുറച്ചാക്കണ്ട. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവരെത്ര തന്നാലാണ് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നത്?
എത്ര തന്നാലോ 10 രൂപ തന്നാൽ സംതൃപ്തി ഉണ്ടാവൂലല്ലോ. ഒരു 100 തന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാണല്ലോ, അത് കൊടുക്ക്. ഇഷ്ടമുള്ളത് കൊടുത്താലാണ് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത 10-ന്റെയോ 5-ന്റെയോ 20-ന്റെയോ നോട്ട് എവിടെയും കൊടുക്കരുത്. കുട്ടികൾക്ക് സ്കൂളിൽ വാങ്ങുമ്പോൾ മിഠായി വാങ്ങിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, പെണ്ണുങ്ങളിൽ ആരാണ് നബിയെ ഏറ്റവും നല്ല പെണ്ണ് എന്ന്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലതീ തസുറുഹു ഇദാ നളറ, നീ നോക്കിയാൽ, നീ അവളെ ഒന്ന് നോക്കുമ്പോഴേക്കും നിനക്ക് സന്തോഷം ലഭിക്കും. നമ്മുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണോ? ഭാര്യമാരെ നോക്കുമ്പോ സന്തോഷമാണോ ഉണ്ടാവുന്നത്, ദുഃഖമാണോ? നിങ്ങൾ പറയും, നമ്മള് ഭാര്യമാരെ നോക്കുമ്പോ സന്തോഷമാണോ അല്ല ദുഃഖമാണ്? പഠിച്ചോനെ, ചങ്ങാതിമാരുടെ കൂടെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഇനി വീട്ടിലെത്തിയിട്ട് ഭാര്യ, പഠിച്ചോനെ എന്താ ചെയ്യാ? അങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാർ പറയാ. ഇനി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ല, പിന്നെ എത്രയും വേഗം എങ്ങനെയാ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവാന്ന് ആലോചിക്കുക. അത് ഭാര്യമാരുടെ സ്വഭാവ പ്രശ്നമാണ്. നല്ല സ്വഭാവമാണെങ്കിൽ അവിടെ 2 ലക്ഷം സാലറി കിട്ടിയാലും പോവാൻ മനസ്സുണ്ടാവൂല, അല്ലെങ്കിൽ ഭാര്യയെ കൂടെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലതീ തസുറുഹു ഇദാ നളർ, നോക്കുമ്പോൾ, ഭാര്യയുടെ മുഖം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം ഇത് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് ഏറ്റവും നല്ല പെണ്ണ്. വതുതീഉഹു ഇദാ അമർ, നീ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണാണോ? നീ പറഞ്ഞു ഹിജാബ് ധരിക്കണമെന്ന്, നീ പറഞ്ഞു പർദ്ദ ധരിക്കണമെന്ന്, പർദ്ദ ടൈറ്റായി നീ നടക്കരുത്, മുഖം തുറന്ന് നടക്കരുത്, സ്കാഫ് ധരിച്ച് മുഖം മറച്ച് നടക്കണമെന്ന് പറയുമ്പോ അതിനൊന്നും എന്നെ കിട്ടൂല, എന്റെ ചങ്ങാതിമാരൊന്നും അങ്ങനെയല്ലല്ലോ നടക്കുന്നത്, നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളെ പെങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? അങ്ങനെ ചോദിക്കുക. നിങ്ങളുടെ പെങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഉമ്മ എങ്ങനെയാ നടക്കുന്നത്? അങ്ങനെ ചോദിക്കുക. പെണ്ണുങ്ങൾ അങ്ങനെ ചോദിക്കുക. മുഖം മറിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കും, നിങ്ങൾ പെങ്ങൾ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അത് നോക്കണ്ട, പെങ്ങൾ എങ്ങനെ നടന്നോട്ടെ, അത് പെങ്ങളും പെങ്ങളുടെ ഭർത്താവാണ്. ഇത് നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള ഡീലിംഗ് ആണ്. നിന്റെ ഭർത്താവ് കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടവളാണവൾ. അങ്ങനെ അനുസരിക്കുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹ്, ഞാൻ മുഖം മറിച്ചിട്ടേ നടക്കുള്ളൂ. ഇങ്ങനെയുള്ള പെണ്ണാണോ? അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ഒരു പുരുഷനെ കുറിച്ച് ചിന്തിക്കാത്തവളാണവൾ. സ്കോളുകൾ വരുമ്പോ വശീകരിക്കപ്പെടുന്നവളല്ല അവൾ. ആരെങ്കിലും വഴിപ്പോക്കന്മാർ പുഞ്ചിരിക്കുമ്പോ തിരിച്ചു പുഞ്ചിരിക്കുന്നവനല്ല അവൻ. വസ്ത്രം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ ചെല്ലുമ്പോ അവിടെയുള്ള സെയിൽസ്മാൻമാർ നമ്പറുകൾ കൈമാറുമ്പോ ആ നമ്പർ തട്ടി മാറ്റുന്നവളാണവൾ. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിലെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവളാണവർ. വലാ ഫീ മാലി, അവരുടെ സമ്പാദ്യം, ഭർത്താവ് ഗൾഫിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞയച്ചാൽ, എന്തെങ്കിലും സമ്പാദ്യം കൊടുത്തയച്ചാൽ വളരെ പിശുക്കിയിട്ടാണ് അവൾ ചെലവഴിക്കുന്നത്. 10,000 രൂപ തന്നാൽ 10,000 രൂപയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 8,000 രൂപ ചെലവഴിച്ചു, 2,000 എടുത്തു വെച്ചു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അടുത്ത മാസം വീണ്ടും 10,000 പറഞ്ഞയച്ചു, അതിൽ നിന്ന് 5,000 ചെലവഴിച്ചു, 5,000 എടുത്തു വെച്ചു. ഇങ്ങനെ ഭർത്താവിന്റെ സമ്പത്തിൽ സൂക്ഷ്മത പാലിച്ച് നന്നായി ശ്രദ്ധിച്ച് പിശുക്കി അനാവശ്യമായി ദൂർത്തടിക്കാത്ത പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദരണീയരായ നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കുമ്പോൾ അലി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ തണലിൽ ആ കുടുംബങ്ങളുടെ കുഞ്ഞിക്കോയ തങ്ങളടക്കമുള്ള കുമ്പോൾ തങ്ങന്മാരുടെ ആ ഒരു തണലിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം പറഞ്ഞാണ് ഒരു 20 മിനിറ്റ് പോലെ 11 മണി വരെ 40 അല്ലേ? ഒരു 20 മിനിറ്റ് നിങ്ങൾ വെച്ച് സൈക്കിളിൽ വിഷമമുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ഞാനും കാണാതെ കുറേ മുമ്പ് കണ്ടതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ തണലിൽ, ആ കുടുംബത്തിൻ്റെ തണലിൽ ജീവിക്കാൻ നമ്മുടെ കാസർഗോട്ടുകാർക്ക് തന്നെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് യാതൊരു മോശമായ അപമര്യാദയായി പെരുമാറാത്തവളാണവൾ.
വലാ ഫീ മാലിഹി, തന്റെ സമ്പാദ്യവും ഭർത്താവിന് വേണ്ടി വളരെ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ പോയത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്കിടയിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവാനാണ്. കണ്ണ് പൊട്ടാനല്ല. കല്യാണം കഴിച്ചാൽ കണ്ണ് പൊട്ടി എന്നല്ല, പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടി അതല്ല, കണ്ണ് നിറയാനാണ്, കൺകുളിർമയാവാനാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്നെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ കൺകുളിർമയുള്ള ഭാര്യയാക്കി, ഭർത്താവാക്കി, മക്കളാക്കി മാറ്റണേ അല്ലാ. കല്യാണം കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാവാനാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കണ്ണിൻ്റെ കുളിർമയാക്കി മാറ്റട്ടെ. പിന്നെ അല്ലാഹു പറഞ്ഞു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഇന്നലെ വരെ കാണാത്ത ഭർത്താവ് ഏതോ 40, 50, 70 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഏതോ തറവാട്ടിൽ ജനിച്ച ഭർത്താവാണ് ഇന്ന് എൻ്റെ മുറിയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയൂല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭർത്താവ് 2 മാസം കഴിഞ്ഞ് ഗൾഫിൽ പോകുമ്പോൾ പെണ്ണ് പറയാണ്, എന്തിനാണ് റബ്ബേ എന്നെ നീ സൃഷ്ടിച്ചത്? ഈ ഒരു പരീക്ഷണം താങ്ങാൻ എനിക്ക് കഴിയില്ല റബ്ബേ. ഏത് പെണ്ണ്? ഒരു പരിചയമില്ലാത്ത പെണ്ണ്, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ പെണ്ണ് പറയാണല്ലോ, എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത്? ഈ പരീക്ഷണം താങ്ങാൻ, ഇത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ കല്യാണം തന്നെ വേണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് സ്നേഹങ്ങൾ ഉണ്ടാക്കി തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ്? വറഹ്മതൻ, നിങ്ങൾക്കിടയിൽ കാരുണ്യം ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പറയാണ്. ഇനി കുടുംബ ബന്ധം ഒന്ന് ആമായി, പൊതുവായി എന്ന് പറയാണ്. ചില ഹദീസുകൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? മരണം വരെ പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മരണം വരെ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു മരുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, അഥവാ പട്ടിണി കിടക്കാതിരിക്കാൻ, ദരിദ്ര നാരായണന്മാരായി മാറാതിരിക്കാൻ, അവന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഒരു 60 വരെ, ഒരു 70 വരെ, 90 വരെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരുപാട് വൈദ്യന്മാരെ കണ്ടിട്ട്, ഒരുപാട് രക്തത്തിന്റെ ബോഡി ചെക്കപ്പ് നടന്നിട്ട് കാര്യമില്ല. രാവിലെയും വൈകുന്നേരം ഫുട്ബോളോ എക്സസൈസോ ജിംനാസ്റ്റിക് ബോഡിയായി ജിമ്മിന് വേണ്ടി എക്സസൈസ് ചെയ്യാൻ പോയത് കൊണ്ടൊന്നും ദീർഘായുസ് ലഭിക്കൂല, ആരോഗ്യം ലഭിക്കൂല. ആരോഗ്യം ലഭിക്കാൻ മുത്തുനബി പഠിപ്പിച്ചു തന്ന മാർഗമാണിത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന രീതിയാണിത്. നിങ്ങൾക്ക് ആയുസ്സിൽ ബർക്കത്ത് വേണോ? ആരോഗ്യം വേണോ? ദീർഘായുസ് വേണോ? ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തെ. മൂത്താപ്പയോട് സംസാരിക്ക്, അളാപ്പയോട് സംസാരിക്ക്. പിണങ്ങി നിൽക്കരുത്, തെറ്റി നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, ബന്ധങ്ങളെ മുറിക്കരുത്. ഇങ്ങനെ നല്ല ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവൂല. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്, അത് അല്ലാഹു തരും. പിന്നൊന്ന് ആവശ്യമുള്ളത് ആരോഗ്യമാണ്, അതും അല്ലാഹു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100,000 ചില്ലാനം ആളുകൾ, സ്വഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ അറഫ മൈതാനിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന്. നിങ്ങളിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്ന, ചൊടിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഒരു സ്വഹാബി സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരു സ്വഹാബി എണീറ്റ് പോവുകയാണ്, വേറൊരാളും എണീറ്റില്ല. ഒരുപാട് സമയം കഴിഞ്ഞു, നബി തങ്ങളുടെ പ്രഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് പോയ സ്വഹാബി തിരിച്ചു വന്നു. അപ്പോഴാണ് നബി തങ്ങൾ വിളിക്കുന്നത്, അല്ലയോ ചെറുപ്പക്കാരാ, ഇങ്ങോട്ട് വാ ചെറുപ്പക്കാരാ, നീ എവിടേക്കാണ് പോയത്, എന്തിനാണ് എണീറ്റത്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്റെ കുടുംബക്കാരനുമായി ഒരുപാട് വർഷക്കാലം ഞാൻ പിണങ്ങി നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ ചൊടിച്ചു നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ തെറ്റി നിൽക്കുകയായിരുന്നു. നിങ്ങൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. എന്നിട്ട് ഞാൻ അയാളോട് സലാം പറഞ്ഞ് സംസാരിച്ച് പിണക്കം മാറി നല്ല ബന്ധമാക്കി വന്നതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പൊന്നുമോനെ, പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല. പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല, അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല. എന്ന് മാത്രമല്ല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല. ഇന്ന അഅമാല ബനി ആദം, ആദം സന്തതികളുടെ മനുഷ്യന്മാരുടെ അമലുകൾ അള്ളാഹു എല്ലാ ദിവസങ്ങളിലും കണക്കാക്കുന്നുണ്ടല്ലോ, എല്ലാ വ്യാഴാഴ്ചകളിലും കണക്കാക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അള്ളാഹു നമ്മുടെ തിന്മയും നന്മയും ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അമലും വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ആകാശത്തിൽ കൊണ്ടുപോയി അള്ളാഹു കണക്കാക്കാണ്, ഓരോന്ന് നോക്കാൻ. മലക്ക് ഇങ്ങനെ ഫയൽ എടുത്ത് കൊടുക്കുമ്പോൾ മലക്ക് പറയും, അള്ളാഹു ഇത് പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, അത് വേണ്ട, അത് മാറ്റിവെക്ക്. പിന്നെ അടുത്ത ആള് ഇങ്ങനെ പോയി ഉമ്മയോട് തെറ്റി നിൽക്കുന്ന ഒരാൾ, അത് വേണ്ട, മാറ്റിവെക്ക്. കുടുംബക്കാരോടോ ചങ്ങാതിമാരോടോ നാട്ടുകാരോടോ അയൽവാസികളോടോ പിണങ്ങി കുടുംബ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അമല് അള്ളാഹു നോക്കുക പോലുമില്ല, അള്ളാഹു വലിച്ചെറിയും. നിങ്ങൾ നന്നാവുന്നത് വരെ അള്ളാഹു അതിനെ മൈൻഡ് ചെയ്യൂല. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമല് അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കൂല സഹോദരാ. അത് ആരോടാവട്ടെ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, സ്വതക നൽകിയിട്ട് കാര്യമില്ല, വഅദിന് വന്നിട്ട് കാര്യമില്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന് അമല് വേണ്ട, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അത് മാത്രമാണോ, ലാ യദ്ഖുലൂനൽ ജന്നത മുദ്മിനു ഖംറിൻ, കള്ള് കുടിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, കള്ള് കുടിയൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. കള്ള് കുടിയൻ എന്ന് പറയുമ്പോൾ ദൈനംദിനം അടിച്ചു കുടിച്ച് പീപ്പയാവണമെന്നില്ല. എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോയതാ, അപ്പോൾ ചങ്ങാതിമാർ പറഞ്ഞൊന്ന് കുടിക്കല്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ, അപ്പോൾ ചങ്ങാതിമാരൊക്കെ കുടിക്കുന്നുണ്ട്, ഞാനും കുടിച്ചു, പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല, തൗബാനും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ മരിച്ചുപോയാൽ, കള്ള് കുടിച്ച് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അയാൾ സ്വർഗം കാണുകയേ ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കള്ള് കുടിച്ച് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. വഖാതിഉർ റഹിമി, കുടുംബബന്ധം വിച്ഛേദിച്ചവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി കേൾക്കണോ, സലാസത്തുൻ ലാ തുർതഫഉ സ്വലാത്തുഹും, 3 വിഭാഗമുണ്ട്, അവരുടെ നിസ്കാരം അല്ലാഹു ഉയർത്തുകയില്ല, പരിഗണിക്കുകയില്ല. 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു നാടിന്റെ നേതാവ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു MLA, ഒരു MP, ഒരു പ്രധാനമന്ത്രി, ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഖതീബ്, ഒരു പള്ളിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്. റജുലുൻ അമ്മ ഖൗമൻ, ഒരു നാടിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. വഹും ലഹു കാരിഹൂൻ, ഒരാൾക്കും അയാളോട് നല്ല അഭിപ്രായമല്ല, ആളുകൾക്കൊക്കെ അയാളോട് വെറുപ്പാണ്. വെറുക്കൂലല്ലോ, വെറുതെ വെറുക്കൂലല്ലോ. ഒന്നുകിൽ അയാള് പ്രസിഡന്റാണ്, പക്ഷെ ഒരു ചുക്കും ചെയ്യൂല, നാട്ടുകാർക്ക് വൃത്തികെട്ട സ്വഭാവമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റാണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. MLA ആണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വെറുക്കാതിരിക്കുവോ? റജുലുൻ അമ്മ ഖൗമൻ, സമുദായത്തിന് നാടിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ. വഹും ലഹു കാരിഹൂൻ, അവരെ ആളുകൾക്കെല്ലാം വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ എത്ര നിസ്കരിച്ചിട്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവന്റെ നിസ്കാരം തലയുടെ മുകളിലേക്ക് ഉയരുകയേ ഇല്ല. 2,
വംറഅതുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിദ്. ഭർത്താവിനോട് പിണങ്ങിയിട്ട് മുഖം തിരിച്ച് കിടന്നുറങ്ങുന്ന പെണ്ണെ, നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, നിന്റെ തഹജ്ജുദ് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഒരു ആരാധനയും അല്ലാഹു സ്വീകരിക്കൂല. വംറഅതുൻ ബാതത് വസൗജുഹാ അൻഹാ വറൗജുഹാ അലൈഹാ സാഖിദ്. ഭർത്താവിനോട് പിണങ്ങിയ ഭാര്യ, ആ ഭാര്യയുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. മൂന്നാമത്തേവൻ വഅഖവാനി മുത്തസാരിമാൻ. കുടുംബ ബന്ധമോ സൗഹൃദ ബന്ധമോ പിണങ്ങി നിൽക്കുന്ന, വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും എവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ആദരണീയരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യുമ്പോൾ സദസ്സിലിരിക്കാൻ പാടില്ല, എണീറ്റു പോവണം. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തത് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണമെന്നുള്ള താല്പര്യമാണ്. ഇവിടെ ദുആഇന് ഇജാബത്ത് വേണമെന്നുള്ള താല്പര്യമാണ്. ഇവിടെ മലക്കിരിക്കൂല, മലക്കിരുന്നില്ലെങ്കിൽ ബറക്കത്തുണ്ടാവൂല. അതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പിണങ്ങിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്ന്. അതുപോലെ ഒരു സ്വഹാബി എണീറ്റ് പോയി, തിരിച്ചു വന്നു. എന്നിട്ട് തൻ്റെ അമ്മായിയോട് പിണക്കമായിരുന്നു. അമ്മായി, ഞാൻ നിങ്ങളോട് പിണക്കമായിരുന്നു, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് മാപ്പ് നൽകണം, സലാം പറഞ്ഞു. അപ്പോഴാണ് അമ്മായി ചോദിച്ചത്, അല്ല നിനക്കെന്തു പറ്റി? ഇന്നലെ വരെ ഒരു ബന്ധമുണ്ടായിട്ടില്ല, കണ്ടിട്ടും സംസാരിക്കാതെ നീ ഇന്നെൻ്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാനുള്ള കാരണമെന്ത്? അപ്പോഴാണ് പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് അബൂ ഹുറൈറയോട് ചോദിക്ക് അതെന്തേ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോഴാണ് അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നത്, പിണങ്ങി നിൽക്കുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൻ്റെ ദുആഇന് ഉത്തരമില്ല, ആ സദസ്സിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. എത്ര സദസ്സുകളിലാണ് വലിയ വലിയ മഹാന്മാരായ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, ഔലിയാക്കളെ കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും നൽകി നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നത്. എന്തേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തത്? എന്തേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്തത്? ഇത് തന്നെയാണ് കാരണം. ഈ 10,000 ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരാളെങ്കിലും പിണങ്ങിയവരുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പിണങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നന്നാവാൻ തീരുമാനിക്കുക, ഇനി ഞാൻ പിണങ്ങൂല, ഇനി പിണക്കങ്ങൾക്ക് ഞാനില്ല, ഇനി ആരോടും പിണങ്ങി നിൽക്കുന്ന സ്വഭാവത്തിന് ഞാനില്ല എന്ന് തന്നെ പോയി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ആരാണോ ആദ്യമായി സംസാരിക്കുന്നത് അവനാണ് സ്വർഗമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾക്ക് നന്നാവാനും സംസാരിക്കാനും നിങ്ങൾക്ക് മനസ്സില്ലേ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് വാള് കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സദസ്സിലിരിക്കുമ്പോൾ അല്പമൊന്ന് മാറി നിന്നിട്ട് ആമീൻ പറഞ്ഞാൽ മതി. എന്നിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെറുപ്പക്കാരൻ വന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുടുംബ ബന്ധം മുറിച്ചു നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങൂല എന്ന് മാത്രമല്ല, ആ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അവസാനമായ ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, മദീനയിലേക്ക് ആദ്യം കാലുകുത്തിയ ഉടനെ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വഅലുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെത്താൻ, സ്വർഗത്തിലേക്ക് പ്രയാസങ്ങളില്ലാതെത്താൻ, സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായി നബി തങ്ങൾ പറഞ്ഞത് അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. കണ്ടവനോട്, അറിയാത്തവനോട്, അറിഞ്ഞവനോട്, മുസ്ലിമാണോ എങ്കിൽ അവരോട് സലാം പറയണം, പക്ഷേ ആണും പെണ്ണും സലാം പറയരുത്. കുടുംബ ബന്ധം എന്ന വിഷയം പറയുമ്പോൾ ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട്. ബ്രദറും കസിൻ സിസ്റ്റേഴ്സും അപകടമാണ്. മൂത്താപ്പന്റെ മകൾക്ക് അളാപ്പയുടെ മകൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതോ കാണുന്നതോ സംസാരിക്കുന്നതോ ബൈക്കിൽ ഇരിക്കുന്നതോ കാറിൽ കൂടെ പോകുന്നതോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതോ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. യാതൊരു സംശയമില്ല, പച്ച ഹറാമാണത്. മൂത്താപ്പയുടെ മകൾ അളാപ്പയുടെ മകനുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്, കൂടെ ഷോൾഡറിൽ കൈവച്ച് സെൽഫി എടുക്കുന്നത്, കല്യാണ ദിവസങ്ങളിൽ ഒരുപോലെ കുപ്പായം, ഒരുപോലെ ചുരിദാർ, ഒരുപോലത്തെ സാരി, ഒരു ഭാരത്ത കോട്ടുകൾ എല്ലാം ധരിച്ചുകൊണ്ട് സെൽഫി സ്റ്റിക്കുകൾ എടുത്ത് ഷോൾഡറുകൾ തമ്മിൽ കൂടി ചേർന്നുകൊണ്ട് ആരൊക്കെ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ഇവർ തമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പച്ച ഹറാമാണ്. ഒരു കാഷ്ടത്തില് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്നി, ആ പന്നിയെ കെട്ടിപ്പിടിക്കുന്നതാണ് നിനക്ക് അനുവദനീയമല്ലാത്ത പെണ്ണിന്റെ ഷോൾഡറുമായി തൊട്ടിമുട്ടുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു പക്ഷേ നിന്റെ മൂത്താപ്പയുടെ മകളായിരിക്കാം, ഒരു പക്ഷേ നിന്റെ അളാപ്പയുടെ മകനായിരിക്കാം.
ആരൊക്കെയാണോ നിനക്ക് കല്യാണം കഴിക്കാൻ അനുവദനീയമായത് അവരോട് സംസാരിക്കാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, അവരുടെ ശരീരം ടച്ച് ചെയ്യാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരെ ബൈക്കിലിരുത്തി കൊണ്ടുപോവാൻ പാടില്ല. നിനക്ക് കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവാദം തന്ന ഒരാളുമായിട്ട് എങ്ങനെയാണോ അന്യ സ്ത്രീകളോട് പെരുമാറേണ്ടത് അതേപോലെയാണ് അവരോടും പെരുമാറേണ്ടത്. എന്നാൽ കല്യാണം കഴിക്കാൻ അനുവദനീയമല്ലാത്ത ആളുകളുണ്ട്. അത് നിന്റെ ഉമ്മയുടെ അനുജത്തിയാണ്, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി. അത് നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്, പറ്റൂല, കല്യാണം കഴിക്കൽ ഹറാമാണ്. അവരോട് നിനക്ക് സംസാരിക്കാം, അവരെ കാണാം, ഒരു കുഴപ്പമില്ല. നിന്റെ പെങ്ങന്മാരെ നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. നിന്റെ പെങ്ങളുടെ മക്കളെ നിനക്ക് കാണാം, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. നിനക്ക് കല്യാണം കഴിക്കൽ അനുവദനീയമായ ആരൊക്കെയാണോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണാൻ പാടില്ല, ഹറാമാണ്. ഒരു അന്യ പെണ്ണിനോട് സംസാരിക്കുന്ന അതേ തെറ്റാണ് അവൻ അല്ലാഹു എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സലാം പറയണേ, എല്ലാവരും സലാം പറയണേ. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ പല ഭാര്യമാരും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അതെന്താ പറയുന്നത്? അപ്പുറത്തുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കളികളും ചിരികളും കാണുമ്പോൾ ഈ ഭാര്യയ്ക്ക് തോന്നാണ് എൻ്റെ ഭർത്താവിനെ മെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പെണ്ണെ, നീ മനസ്സിലാക്കണം, നിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ, നീ നിന്റെ ഭർത്താവിന് ചൂണ്ടിക്കാണിച്ച ഭാര്യയും ഭർത്താവുണ്ടല്ലോ, അവിടുത്തെ പെണ്ണ് നിന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ഭർത്താവ് നോക്കി എന്തോ ഒരു സന്തോഷാണ്, എന്തോ ഒരു ചിരി, എന്തോ ഒരു ബന്ധം. നിങ്ങൾക്ക് എന്താ എന്നോട് ബന്ധമില്ലാത്ത? ആ പെണ്ണ് എങ്ങനെയാ പറയുന്നത്? ഈ പെണ്ണ് അങ്ങോട്ടും ഈ പെണ്ണ് ഇങ്ങോട്ടും, അക്കരെ പച്ച ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന രീതിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിനെ മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ, അഫ്ശുസ്സലാം അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. സ്നേഹം വർദ്ധിക്കാനുള്ള കാര്യം, സ്നേഹം കൂടാൻ. ഇനി കണ്ട സ്കൂളിലത്തെ പെണ്ണുങ്ങളോടൊക്കെ പെൺകുട്ടികളോടൊക്കെ സ്നേഹം കൂടാൻ ഇത് ഉപയോഗിക്കേണ്ട. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഹറാമാണ്. സ്നേഹം കൂടാൻ അതിന് തന്നെ ആയിരുന്നു ഉസ്താദെ, ആ ഒരു ഐഡിയ ആയിരുന്നു ഇത്ര കാലം കാത്തിരുന്നത്. എൻ്റെ പെണ്ണെന്നെ സ്നേഹിക്കുന്നില്ല, പഴയതുപോലെ സ്നേഹമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞെന്നാളി എന്നാ പറഞ്ഞതാണ്, ഹറാമാണ്. നേരത്തെ പറഞ്ഞ വിഷയം ശ്രദ്ധിക്കുക, ഇത് കുടുംബക്കാരോട് പറയുന്ന വിഷയമാണ്. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഫ്ശുസ്സലാം, സലാം പറയണം. ഭാര്യ ഭർത്താവിനോട് സലാം പറയണം, ഭർത്താവ് ഭാര്യയോട് സലാം പറയണം. ഏതുവരെ ഭർത്താവിനോട് സലാം പറഞ്ഞിട്ടാണ് അടുക്കളയിൽ പോവേണ്ടത്. അടുക്കളയിൽ നിന്ന് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ഭർത്താവ് മുറിയിലുണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് കയറേണ്ടത്. ഇത് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആകെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അസ്സലാമു അലൈക്കും, ഒരു ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും. അതല്ല, എപ്പോഴും ഏതുവരെ രണ്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈയും പിടിച്ച് കൈകൾ കോർത്തുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു മരം മധ്യത്തിൽ ഇങ്ങനെ വന്നത്. രണ്ടുപേരിങ്ങനെ നടക്കുമ്പോഴാണ് ആ ഒരു തൂണ് മറയായത്. രണ്ടുപേരും കൈവിട്ടു, എന്നിട്ട് തൂണ് കഴിഞ്ഞ ഉടനെ വീണ്ടും കൈപിടിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഒരു തൂണാണ് മറയായത്, ഇനൊരു കല്ലാണ് മറയായത്, ഒരു മരമാണ് മറയായതെങ്കിലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വീണ്ടും സലാം പറയണമെന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് വന്ന അസ്സലാമു അലൈക്കും. ഭാര്യ അടുക്കളയിലാണ്, വെള്ളം വാങ്ങാൻ വേണ്ടി ഭർത്താവ് അടുക്കളയിലേക്ക് പോയി. അവിടെയുണ്ട് ഭാര്യ, ചായ ഉണ്ടാക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സ്നേഹം നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഒന്നാമത്തേത് സലാം പറയലാണ്, രണ്ടാമത്തേത് അത്ഇമുത് ത്വആം, ഭക്ഷണം നൽകലാണ്, നല്ല ഭക്ഷണം നൽകലാണ്. ഇന്ന് വളരെ മനോഹരമായ ഭക്ഷണം ഒരുക്കിയ സഹോദരങ്ങൾ, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പത്തിലാക്കട്ടെ. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, അൽഹംദുലില്ലാ. അള്ളാഹു സ്വർഗീയ ഭക്ഷണം നൽകട്ടെ, സ്വർഗീയ ആദരവ് നൽകട്ടെ, സ്വർഗീയ വസ്ത്രങ്ങൾ നൽകട്ടെ. അള്ളാഹുവേ, സ്വർഗത്തിലേക്കുള്ള വഴി ആ കുടുംബത്തിന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള രണ്ടാമത്തെ ഷോർട്ട് കട്ട് അത്ഇമുത് ത്വആം, ഭക്ഷണം നൽകലാണ്. സ്വർഗത്തിലേക്കുള്ള മൂന്നാമത്തെ ഷോർട്ട് കട്ട് വസിലുൽ അർഹാം, കുടുംബബന്ധം പുലർത്തണേ, കുടുംബബന്ധം പുലർത്തണേ. കുടുംബക്കാരോട് നല്ല ബന്ധം വെക്കണേ, ഇടയ്ക്കിടെ ഫോൺ വിളിക്കണേ. അംബാനിയുടെ നെറ്റ് ഉപയോഗിച്ച്, അംബാനിയുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ സൈറ്റുകളിൽ പോകുമ്പോൾ ഒന്നെൻ്റെ കുടുംബക്കാരൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യ്. സലാം അലൈക്കും. ഉമ്മാമയോട്, വല്യമ്മയോട്, മൂത്താപ്പയോട്, മൂത്താമ്മയോട്, അളാപ്പയോട്, ആങ്ങളമാരോട്, പെങ്ങളമാരോടൊക്കെ ഒന്ന് സലാം പറഞ്ഞ് സംസാരിക്കേ. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി.
വഴിയാണ്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. നാലാമതായി പറഞ്ഞത് സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എല്ലാവരും മൂടിപ്പുതച്ചുറങ്ങുകയാണ്. ജനുവരിയുടെയും ഡിസംബറിന്റെയും മരം കോച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അപ്പോഴാണ് ബാങ്ക് വിളിക്കാൻ ഒരു 15 മിനിറ്റ് മുമ്പുള്ള അലാമിന്റെ സൗണ്ട് കേൾക്കുന്നത്, അലാമിന്റെ ശബ്ദം കേൾക്കുന്നത്. അല്ലാഹുവേ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയമായല്ലോ. വീട്ടുകാരൊക്കെ ഉറങ്ങാൻ, ജ്യേഷ്ഠന്മാർ ഉറങ്ങാൻ, മക്കൾ ഉറങ്ങാൻ. ആ സമയത്തൊന്ന് ബാത്റൂമിൽ ചെന്നിട്ട് വുളൂ ചെയ്യുക, എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് സ്വർഗീയ ലോകത്തേക്കുള്ള വഴി എളുപ്പമാക്കി നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച് ഖബറിടം സ്വർഗീയമായി, ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം, ഭാര്യമാരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.